പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ വലതു നിരീക്ഷകനായ ശ്രീ രാഹുൽ ഈശ്വർ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു യേശുക്രിസ്തുവിനെയും ചെങ്കിസ് ഖാനെയും കമ്പയർ ചെയ്യുകയും യേശുക്രിസ്തുവിനേക്കാൾ മെച്ചം ചെങ്കിസ് ഖാനാണെന്ന് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ക്രിസ്ത്യാനികൾക്കിടയിലെ ഇസ്രായേൽ പ്രേമത്തെ ഒന്ന് തണുപ്പിക്കുവാൻ, മറിച്ച് ഇറാനോടുള്ള സ്നേഹിക്കുന്ന ഇവിടെയുള്ള ജനതയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി എടുത്തുകൊണ്ടുവന്നൊരു വീഡിയോ ആണ് ഇദ്ദേഹം. ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ, നെതന്യാഹു എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാഷണത്തിൽ നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ്: ഇറാനെതിരെ ഇസ്രായേൽ ആക്രമിക്കുന്നു, എല്ലായിടത്തും തിന്മയ്ക്കെതിരെ നന്മ കൊണ്ട് വിജയിക്കാൻ സാധിക്കുകയില്ല, ചരിത്രത്തിൽ തിന്മയും നന്മയും ഉണ്ടായിട്ടുണ്ട്, ചെങ്കിസ് ഖാനും യേശുക്രിസ്തുവും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതിൽ ചെങ്കിസ് ഖാൻ തിന്മയുടെ പ്രതിരൂപമായും യേശുക്രിസ്തുവിനെ നന്മയുടെ പ്രതിരൂപമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നെതന്യാഹു തുടരുകയാണ്: ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവും കടന്നുപോയി, ചെങ്കിസ് ഖാനും കടന്നുപോയി. ചെങ്കിസ് ഖാൻ തിന്മയുടെ രീതിയിൽ വിജയിച്ചു, യേശുക്രിസ്തു നന്മയുടെ രീതിയിൽ വിജയിച്ചു. അത്രയേ അവർ അർത്ഥമാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇദ്ദേഹം നെതന്യാഹു പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നന്മ തന്നെയായ യേശുക്രിസ്തു ആയാലും ചെങ്കിസ് ഖാനെ പോലുള്ള തിന്മ തന്നെയായ ചെങ്കിസ് ഖാൻ ആയാലും ചരിത്രത്തിൽ ഇടം ഒരുപോലെയാണ്. അത് ശരിയാണല്ലോ. നാസിയുടെ ഹിറ്റ്ലർ ചരിത്രത്തിലുള്ള ഒരു വസ്തുതയില്ലേ? യേശുക്രിസ്തുവും മറ്റ് നന്മയുടെ ആളുകളും മഹാത്മാഗാന്ധിയും എല്ലാം തന്നെ ചരിത്ര പുരുഷന്മാർ തന്നെയാണ്. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമിക്കുന്നതിനെ എല്ലായ്പ്പോഴും തിന്മയ്ക്കെതിരെ നന്മ കൊണ്ട് വിജയിക്കാൻ സാധിക്കുകയില്ല, തിന്മ കൊണ്ട് വിജയിക്കാൻ സാധിക്കൂ എന്നാണ് നെതന്യാഹു പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നെതന്യാഹു ഒരു ജൂതനായതുകൊണ്ട് നെതന്യാഹു പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, ക്രൈസ്തവമായി പറയുകയാണെങ്കിൽ അത് ശരിയല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം തിന്മയ്ക്കെതിരെ തിന്മ കൊണ്ടുള്ളൊരു പോരാട്ടം വിജയിക്കുകയില്ല. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. ഇതാണ് യേശു പഠിപ്പിച്ച പ്രബോധനം. എന്നാൽ ഒരു രാജ്യങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളാകുമ്പോൾ ചരിത്രത്തിൽ മുഴുവൻ ശക്തനായ രാജാവ് തന്നെയാണ്, തിന്മയുടെ ആരൂപമായ രാജാവ് തന്നെയാണ് ചരിത്രം നിർമ്മിച്ചിട്ടുള്ളതും ശരികൾ അവരുടേതായിട്ട് മാറ്റിയിട്ടുള്ളതും. അപ്പം ഇതാണ് ചരിത്ര വസ്തുത എന്ന് പറയുന്നത്. നമ്മൾ വിജയികളായി കാണുന്ന പല രാജാക്കന്മാരും യഥാർത്ഥമായ വിമർശനങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും തിന്മയുടെ പ്രതിരൂപങ്ങൾ തന്നെയാണ്. അപ്പോൾ ചരിത്രത്തിൽ എല്ലാവിധ രാജാക്കന്മാരായിക്കൊള്ളട്ടെ, ചെങ്കിസ് ഖാൻ ആയിക്കൊള്ളട്ടെ, മറ്റു പല ചക്രവർത്തിമാരായിക്കൊള്ളട്ടെ, യുദ്ധം ചെയ്തും പെണ്ണു പിടിച്ചും കൊള്ളയടിച്ചും തന്നെയാണ് ചരിത്രത്തെ നിർമ്മിച്ചിട്ടുള്ളതും. അവർ രാജാക്കന്മാരായി തീർന്നു കഴിഞ്ഞാൽ അവരെ വാഴ്ത്തിപ്പാടുവാനുള്ള കവികളും മറ്റും ഉണ്ടായിട്ടുള്ളതും ചെയ്തിട്ടുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായതുകൊണ്ട് ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് അനുകൂലമായി ഒരു തരംഗമുണ്ടാക്കുന്നതിന് വേണ്ടി നെതന്യാഹു പറഞ്ഞ ഈ വാക്കുകളെ രാഹുൽ ഈശ്വർ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ പ്രയോഗിക്കാനൊരു വൃദ്ധാവിലുള്ളൊരു ശ്രമം നടത്തി, പരിഹാസ്യനായി തീർന്നു. അതാണ് സംഭവിച്ചത്. നെതന്യാഹു എന്ന വ്യക്തി യേശുക്രിസ്തുവിനെയും ചെങ്കിസ് ഖാനെയും ഒരേ അളവിലല്ല അളന്നത്. യേശുക്രിസ്തുവിനെയും ചെങ്കിസ് ഖാനെയും ഒരേ അളവിൽ അളന്നിട്ട് ചെങ്കിസ് ഖാൻ യേശുക്രിസ്തുവിനേക്കാൾ മീതെ നിൽക്കുന്നു എന്നുമല്ല പറഞ്ഞത്. മറിച്ച് ചരിത്രത്തിൽ നന്മ പറഞ്ഞ ആളുകളെക്കാൾ ഉപരിയായി തിന്മയുള്ള ആളുകൾ വിജയം വരിച്ച് മുന്നോട്ട് കയറി വരുന്നു എന്നുള്ളൊരു വസ്തുത തന്നെയാണ് നെതന്യാഹു പറഞ്ഞത്. ഇവിടെ ആയാലും അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അത് ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുന്ന സത്യമാണ്. അപ്പോൾ ഇതിനെ യേശുക്രിസ്തുവിനെ പോലെ പരിശുദ്ധനായി അല്ലെങ്കിൽ നന്മ മാത്രം പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇരുന്നാൽ ശരിയാവുകയില്ല. ചിലപ്പോൾ ചെങ്കിസ് ഖാനെ പോലെ തിന്മയ്ക്കെതിരെ പോരാടാൻ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് നെതന്യാഹു പറഞ്ഞു വെച്ചത്. അതിനെ യേശുക്രിസ്തുവിനെയും ചെങ്കിസ് ഖാനെയും തമ്മിൽ താരതമ്യപ്പെടുത്തി
യേശുക്രിസ്തുവിനേക്കാൾ മികച്ചവനാണ് ചെങ്കിസ് ഖാൻ എന്ന് നെതന്യാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ ഇവിടെയുള്ള ഇസ്രായേൽ പ്രേമികളെ പരിഹസിക്കുകയും കളിയാക്കുകയാണ് ചെയ്യുന്നത്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കള്ളം തന്നെയാണ്. ഇനി ഞാൻ എൻ്റേതായൊരു ഭാഷയിൽ പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ഞാനൊരു ഇസ്രായേൽ പ്രേമിയുമല്ല. ഇസ്രായേലിൻ്റെ വിജയത്തിന് വേണ്ടിയും ലോകാവസാനത്തിന് വേണ്ടിയും ഇസ്രായേലിൻ്റെ 2ാം ദേവാലയം 3ാം ദേവാലയം പണിയുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന വ്യക്തിയുമല്ല ഞാൻ. ഇസ്രായേൽക്കാർ 3ാമതൊരു ദേവാലയം പണിതാൽ ഉടനെ ലോകാവസാനം വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഡ്ഢിയുമല്ല ഞാൻ. ഞാനിത് പറയാൻ കാരണം ഞാൻ കത്തോലിക്ക വിശ്വാസി ആയതുകൊണ്ടാണ്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ പ്രമാണം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിൽ യേശുക്രിസ്തു വീണ്ടും വരാനിരിക്കുന്നു. അത് ജീവിക്കുന്നതിനെയും മരിച്ചവരെയും വിധിക്കാനാണ് എന്നുള്ള വസ്തുത മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാധകമായിട്ടുള്ള വസ്തുതയുള്ളൂ. ഇന്ന് ഇവർ പറയുന്നത് പോലെ, ഇസ്രായേൽ പ്രേമികൾ പറയുന്നത് പോലെ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വന്ന യേശുക്രിസ്തു ഇവിടെയുള്ള സഭയിലുള്ള ആളുകളെ മുഴുവൻ മുകളിലോട്ടെടുത്ത് ഒരു കല്യാണം കഴിച്ച് വാനമേഘങ്ങളിൽ കൂടി 3ാമത് യേശുക്രിസ്തുവിൻ്റെ ഇസ്രായേൽക്കാർക്ക് വേണ്ടി ജെറുസലേം ദേവാലയം പണിയാനുള്ള വരവും 4ാമത് അന്തിക്രിസ്തുവിനെ കൊല്ലാനുള്ള വരവും 5ാമത് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വരവും ഒന്നും കത്തോലിക്കനായ എന്നെ സംബന്ധിച്ച് ബാധിക്കുന്ന വിഷയമേ അല്ല. അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന സയനിസ്റ്റ് ക്രിസ്ത്യാനികളെ അവർക്ക് എതിരെ ഉപയോഗിക്കുന്ന ആയുധമാണ് രാഹുൽ ഈശ്വർ ഇവിടെ ഉപയോഗിച്ചത്. ലോകത്ത് മുഴുവൻ നെതന്യാഹുവിൻ്റെ ഈ പ്രസ്താവന ഇതുപോലെ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഈ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നതിലൂടെ മണ്ടന്മാരാക്കുവാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്നുകൂടി രാഹുൽ ഈശ്വറിനോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.